രണ്ടുപേരും റിമാൻഡിലെ സത്യങ്ങളുടെ അഗ്നിഗോളങ്ങൾ പൊട്ടിത്തെറിക്കുന്നു നടന്ന അന്തിമ വിധി വന്നു കഴിഞ്ഞാൽ 20 വർഷത്തെ കടവുണ്ട്. എനിക്ക് മരുമോളായിട്ട് വേണം. മഹാലക്ഷ്മി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് നമ്മുടെ കോടതി വളപ്പിൽ വെച്ച് ഭയങ്കര പ്രശ്നങ്ങളാണ്. നമ്മുടെ പ്രതാപന്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട്, എന്റെ കെട്ടുതാലി അർത്ഥവനാണ് നിങ്ങളുടെ മകൻ, നിങ്ങൾ ഒരിക്കലും നന്നാവില്ല, ഒരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശാപവാക്കുകൾ കൊണ്ട് മൂടുന്നുണ്ട് നമ്മുടെ ദുർഗാമ്മ കേട്ടോ. അപ്പൊ അതേസമയം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങളുടെ പേരക്കുട്ടിയെ ഇനി എനിക്ക് മരുമകളായിട്ട് വേണ്ട എന്നും കൂടി നമ്മുടെ ദുർഗാമ്മ അറുത്തു മുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഉണ്ണിയും പറയുന്നുണ്ട്, എനിക്ക് ഭാര്യയായിട്ട് ഇനി അവള് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കരുണ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് അല്ലെ കൂട്ടുകാരെ. എന്തായാലും അവർ വെറുതെ ഇരിക്കത്തില്ല. മഹാലക്ഷ്മിയും കുഞ്ഞിനെയും അപകടപ്പെടുത്താൻ വേണ്ടി അവർ ഇനിയും ശ്രമിക്കും അല്ലെ. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ അമ്മയും കുഞ്ഞൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ മോഹിനി അമ്മയും ലേഖയൊക്കെ അടുത്തുണ്ട്. അപ്പൊ ഇവരുടെ അടുത്തേക്ക് നമ്മുടെ കണ്ണനും അനന്തവും വന്നിട്ട് കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. രണ്ടുപേർക്കും ജാമ്യം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഇപ്പുറത്ത് കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തായാലും അടുത്ത് തന്നെ വീണ്ടും ഒരു പരീക്ഷണം വരും എന്നുള്ളൊരു കാര്യത്തില് വ്യത്യാസമൊന്നുമില്ല അല്ലെ. എന്തായാലും നമ്മുടെ കരുണ തന്റെ ജീവിതം പോയല്ലോ. അപ്പൊ ഇനി എന്തായാലും വെറുതെ ഇരിക്കത്തില്ല. ഹോസ്പിറ്റലിൽ കയറി നമ്മുടെ മഹാലക്ഷ്മിയെ ആരും അറിയാതെ തീർക്കാൻ തന്നെ വീണ്ടും ശ്രമിക്കും. വീണ്ടും 8ന്റെ പണിയും കിട്ടും. ഇത് തന്നെയായിരിക്കും കഥ തുടർന്നുകൊണ്ട് പോകുന്നത്. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.